എന്തോ നീയിപ്പോ വന്നു. ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഞാൻ എന്താ കേട്ടതൊക്കെ? ഒരു ചെറിയ തെറ്റെങ്കിലും ചെയ്യാത്ത ഒരാണിനെ നീ എനിക്ക് കാണിച്ചു തരാമോ? ആണുങ്ങൾക്കൊന്നും വരാനില്ല. എടി, നീ ഒരുത്തന്റെ ഭാര്യയല്ലേ? നിനക്ക് വിദ്യാഭ്യാസം ഇല്ലേ? നീ എന്താ നിന്റെ ഭർത്താവിനെ പറ്റി ധരിച്ചിരിക്കുന്നത്? അയാൾ നിന്റെ കളിപ്പാനായിട്ട് നടക്കുമെന്നാണോ? നീ അതിനെക്കുറിച്ചൊന്നും ശരിക്കറിയാതെയാണ് സംസാരിക്കുന്നത്. എനിക്കെല്ലാം അറിയാം. ഹെടി, നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവല്ല ഇത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്തുവെന്ന് നീ കണ്ടതെല്ലാം സത്യമാണെന്നില്ലല്ലോ. എനിക്ക് അയാളെ കുറിച്ച് നേരത്തെ അറിയാം. നിനക്കറിയാമോ? അച്ഛനുൾപ്പെടെ എല്ലാവരും എതിർത്തിട്ടും ഞാൻ അയാളെ വിവാഹം കഴിച്ചത് അയാൾ നന്നായി വരുമെന്നുള്ള വിശ്വാസത്തോടെയായിരുന്നു. ഇന്നവരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് ശക്തിയില്ല. ഞാൻ അയാളുമായി ഇനി ജീവിക്കുന്ന പ്രശ്നമേ ഇല്ല രജനി. അതിന് നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? എനിക്കൊരു കുഴപ്പവുമില്ല. നിനക്ക് കേൾക്കണോ? എന്റെ ബെഡ്റൂമിന്റെ പുറകിലുള്ള വിൻഡോ പെർമനന്റായി ഞാൻ അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്തിനാണെന്നോ? അതിന്റെ പുറകിലുള്ള ഫ്ലാറ്റിൽ 24 മണിക്കൂറും എന്നെ നോക്കിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഇയാളില്ലാത്ത എത്രയോ രാത്രികളുണ്ടായിരുന്നു. ഞാനൊന്ന് കണ്ണടച്ചാൽ മതി, അയാൾ എന്റെ ബെഡിലായിരിക്കും. എനിക്കുമാകുമായിരുന്നല്ലോ. അതാണ് ഞാനും അയാളും തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് നിന്റെ ന്യായീകരണങ്ങളൊന്നും കേൾക്കണ്ട. നീ പറയുന്നത് ശരിയാണെന്ന് നിനക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ. ഒന്ന് ഞാൻ പറയാം, ആവശ്യമില്ലാത്ത നിന്റെ എടുത്തുചാട്ടങ്ങൾ കൊണ്ട് നിന്റെ ഭാവി തകർക്കരുത്. ഒന്നുകൂടെ ആലോചിക്കുക. എനിക്കിപ്പം ഇത്ര പറയാനുള്ളൂ. ഞാൻ പോകുന്നു. ഓളെ, അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അച്ഛനാണെങ്കിൽ അവനെ ഈ പടിക്കകത്ത് കയറ്റണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും മോളെ? ഇനി ഇവളോട് എന്ത് പറയാനാണമ്മേ? കൊച്ചുകുട്ടിയെന്നല്ലല്ലോ, നമ്മളൊരു ഡോക്ടറല്ലേ. അവളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അവളുടെ ഭാവി നോക്കാൻ അവക്കറിയാം. ഞാൻ വരട്ടെ. രവി എന്താ രാവിലെ സൈറ്റിലേക്ക് വരായിരുന്നു? എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. അല്ല, ഇതൊന്നും കഴിച്ചില്ലേ? വേഗം കഴിക്കാൻ നമുക്ക് ഒരുമിച്ച് പോവാം. സലീം പൊക്കോളൂ, ഞാൻ വന്നേക്കാം. ഇങ്ങനെ ഒന്നും കഴിക്കായിരുന്നു എങ്ങനെയാണ്? കൊച്ചുകുട്ടികളെ പോലെ. വേണ്ട സലീം. ഡാഡി, മോളെ. ഡാഡി, 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 ഡാഡി. എന്റെ മോൾ കരയാതെ, കരയാതെ. മോളെങ്ങനെ വന്നേ? ആന്റീനെ നഴ്സിന്ന് കൂട്ടി വന്നത്. ഡാഡി എന്തെന്നെ കാണാൻ വരത്ത്? ഡാഡി മമ്മി പിണക്കാണോ? ഡാഡിക്കൊരു പിണക്കമില്ല മോളെ. പിന്നെ എന്താ മമ്മി ഇങ്ങോട്ട് വരാത്ത? മോൾ വല്ല കഴിച്ചു? ഇല്ല. നമുക്ക് ഊണ് കഴിക്കാം. ഞാൻ വിളമ്പാം. ഡാഡി വരുത്തട്ടെ. ഡാഡി കഴിച്ചാ? ഡാഡിക്ക് വേണ്ട, മോള് കഴിക്കും. ഡാഡി കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല. നിന്നേക്കാൾ കൂടുതൽ വർഷം ഈ ഭൂമിയിൽ ജീവിച്ചവനാ ഞാൻ. നിനക്ക് പഠിപ്പുണ്ടാകാം, പക്ഷെ അനുഭവങ്ങൾ മോളേക്കാൾ കൂടുതൽ നിന്റെ അച്ഛനുണ്ട്. അതിനച്ഛാ ഞാൻ പറഞ്ഞത്. നീ ഒന്നും പറയണ്ട. പണ്ട് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല. അന്ന് നീ ഈ അച്ഛനെ അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഈ ഗതി വരില്ലായിരുന്നു.
അച്ഛൻ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ കോടതിയിൽ ഒരുപാട് ആളുകളുടെ അവനാണ് നാണക്കേട്. അവൻ നാണം കെടണം. നാട്ടുകാരുടെ മുമ്പിൽ അവൻ തലപൊക്കി നടക്കരുത്. എന്നാലും അച്ഛാ, ഒന്നുകിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം, അതല്ലെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. ഇപ്പൊ തന്നെ അവന്റെ അടുത്തേക്ക് പൊയ്ക്കോ. പക്ഷേ പിന്നീട് ഈ വീട്ടിൽ നീ കാലുകുത്തരുത്. ഇങ്ങനൊരു വീടും ഒരച്ഛനും നിനക്കില്ലെന്ന് നീ കരുതിക്കോ. അച്ഛാ. മോളെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ് നിനക്ക് വേണ്ടത്. സ്നേഹം പലർക്കു വേണ്ടി പങ്കിടുന്നവൻ ഒരിക്കലും ഒരു നല്ല ഭർത്താവായിരിക്കില്ല. നീ തറവാടും എനിക്ക് വലുതാണ്. ഇതിന് രണ്ടിനും ഒരു പോറലേൽക്കുന്നത് ഈ അച്ഛൻ സഹിക്കാൻ കഴിയില്ല മോളെ. അന്ന് നിന്റെ കഴുത്തിൽ അവൻ താലി കിട്ടുമ്പോ ഞാൻ വേദനയോടെയാ നോക്കി നിന്നത്. ഇന്ന് ഇതെല്ലാം കണ്ട് നിസ്സഹായനായി നോക്കി നിൽക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ നിന്റെ കൂട്ടുകാർ രജനിയെ കാണാൻ പോവുക. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. അവന്റെ ഭാര്യ വലുതല്ലെങ്കിലും എനിക്കെന്റെ മോള് വലുതാ. ഞാനൊരു കാര്യം പറയട്ടെ, ഇനി കേസിനും വഴക്കിനും ഒന്നിനും പോകണ്ട. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ ഒരു വിധത്തിൽ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചിരിക്കുന്നത്. അതിന് അവളൊരു തീരുമാനം പറഞ്ഞില്ലല്ലോ. അവളൊരു തീരുമാനവും പറയണ്ട. 4-5 കൊല്ലം മുമ്പ് അവളൊരു തീരുമാനം എടുത്തതിന് നമ്മൾ നിന്നു കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി ഞാൻ എടുക്കുന്ന തീരുമാനം അനുസരിച്ച് അവളങ്ങ് ജീവിച്ചാ മതി. മനുഷ്യൻ തലയുയർത്തി നാട്ടിൽ നടക്കണ്ട. നീ ഇതിന്റെ തലേ ഇരിക്കുന്നുള്ളൂ. പുറത്തിറങ്ങി നടക്കുന്നവൻ ഞാനാ. വരൂ അങ്കിൾ, ഇരിക്കൂ. അങ്കിൾ ഇവിടെ വന്നാൽ അത്യാവശ്യമായിട്ട് എന്തുവിനെ വിളിക്കാൻ പറഞ്ഞു. ഞാനിപ്പോ വീട്ടിൽ നിന്നാ വരുന്നത്. എന്തുവിന്റെ കാര്യത്തിന് വല്ല തീരുമാനമായോ? ഒരു ഉറച്ച തീരുമാനവുമായിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൾ സമ്മതിച്ചു? സമ്മതിച്ചു. ഇതെങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കും അങ്കിൾ? എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ. എന്നുവെച്ചാൽ? ഒരു നോട്ടീസ് അയക്കണം. എന്ത് നോട്ടീസ്? ഡൈവോഴ്സ് നോട്ടീസ്. അങ്കിൾ എന്താണ് പറയുന്നത്? എന്റെയും എന്റെ കുടുംബത്തിന്റെയും അഭിമാനത്തിന്റെ പ്രശ്നമാണ് മോളെ ഇത്. മിനിമോളുടെ ഭാവി കൂടെ ആലോചിക്കണ്ടേ അങ്കിൾ? മിനിമോൾക്ക് എന്താ കുഴപ്പം? 10-12 വർഷം കഴിയുമ്പോ അവളെ കല്യാണം കഴിച്ചയക്കുന്ന കാര്യമാണോ? അവന്റെ കെയർ ഓഫ് എനിക്ക് ആവശ്യമില്ല. ഇന്ന് അവന്റെ കെയർ ഓഫ് എന്റെ മോൾക്ക് അപമാനവുമാണ്. അവൾക്ക് എന്താണെങ്കിൽ ഭ്രാന്തുണ്ടോ? എന്റെ മകൾക്കല്ല ഭ്രാന്ത്. ഭ്രാന്ത് അവനാണ്. അതുകൊണ്ടാണല്ലോ പേപ്പട്ടിയെ പോലെ കണ്ട അഭിസാരികൾ കൊടുത്ത് ഹോട്ടലുകൾ തോറും കയറിയിറങ്ങി നടക്കുന്നത്. അവൻ എവിടെ വേണമെങ്കിൽ പോയി തുലയട്ടെ, എനിക്കതൊരു പ്രശ്നമല്ല. പക്ഷെ എന്റെ തറവാട്ടിൽ ഇനി അവൻ കാലുകുത്താൻ പാടില്ല. അങ്കിൾ, പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. ഒന്നുകൂടെ ആലോചിക്കൂ. ഒന്നല്ല 10 പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. കുടുംബത്തിന്റെ അന്തസ്സും അധ്വാനവും ഒക്കെ പോയി മോളെ. ഇനി എന്താലോചിക്കാനാ? കുടുംബത്തിന്റെ അന്തസ്സിന്റെ പ്രശ്നമല്ല ഇത്. ഇന്ദുവിന്റെയും മിനിമോളുടെയും ഭാവിയുടെ പ്രശ്നമാണ്. എന്റെ മോൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവളൊന്ന് മൂളിയാൽ മതി. 24 മണിക്കൂറിനകം അവൾക്ക് അനുയോജ്യനായ ഒരുത്തിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള കഴിവ് ഈ മംഗലത്ത് നാരായണൻ നായർക്കുണ്ട്. അതുകൊണ്ട് മോള് വേഗം തന്നെ വിവാഹമോചനത്തിനുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കുക. അങ്കിൾ, നോ, ഞാനിത് ചെയ്യില്ല. എനിക്കിത് ചെയ്യാൻ കഴിയില്ല. മോളെ, ഇന്ദുവും നീയും വേറെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിന്റെ ഒരു സഹോദരിക്കാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കണക്കാക്കി നീ ഇത് ചെയ്യണം. അഥവാ നീ നോട്ടീസ് അയച്ചില്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റും കൊണ്ട് അയപ്പിക്കേണ്ടി വരും. ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. സലീം, ഇതുണ്ടോ? സലീം, ഏത് വിധത്തിലെങ്കിലും ഇത് തടയണം. എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല സലീം.
രവി ഇങ്ങനെ വിഷമിച്ചാലോ? ഇരിക്കൂ. ഇല്ല സലീം, നീ എങ്ങനെയെങ്കിലും ഇന്ന് അവളെ കണ്ടത് തടയണം സലീം. ഞാൻ പോവാം. സമാധാനമായിരിക്കും. ചെല്ലു സലീം.